ഞാൻ സ്നാനം സ്വീകരിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാം. അങ്ങയുടെ മഹിമേറിയ മരണത്തിൻ്റെ ഉയർപ്പിൻ്റെ ദിവ്യരഹസ്യത്താൽ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഞാൻ സ്നാനപ്പെടുത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ സ്നാനപ്പെടുത്തുന്നു. നിങ്ങളിപ്പോൾ പുതിയ സൃഷ്ടിയാണ്, ക്രിസ്തു വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ള വസ്ത്രം നിങ്ങൾക്ക് ക്രൈസ്തവ പദവിയുടെ ബാഹ്യ ചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതരായി മഹിമേറിയ പദവി മരണപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹരാകുക. മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനാൽ പ്രകാശിതരാണ്. ഇവരൊന്നും വെളിച്ചത്തിന് മക്കളായി ജീവിക്കേണ്ടവരാണ്. വിശ്വാസത്തിന്റെ ദീപം ഇവരുടെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ. ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരോടും മൊത്തം അവിടുത്തെ എതിരേൽക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിക്കട്ടെ. ദൈവം തിരുമനസ്സായി ക്രിസ്തു വഴി തങ്ങളുടെ സന്താനങ്ങൾക്ക് നിത്യാശ ലഭിക്കുമെന്ന പ്രത്യാശ ക്രൈസ്തവ മാതാപിതാക്കളിൽ ആനന്ദമുളവാക്കുന്നു. സന്താനത്തിന് ദൈവത്തിന് നന്ദി പറയുന്ന ഈ അമ്മ ഈ മക്കളോടുകൂടെ കർത്താവെ ക്രിസ്തു വഴി ദൈവത്തെ ഇന്നും അനവധി സ്തുതിക്കുവാൻ ഇടവരികയും ചെയ്യുമാറാകട്ടെ. ഭൗമികവും സ്വർഗീയമായ ജീവന്റെ ഉറവിടമായ ദൈവം കുഞ്ഞുങ്ങളുടെ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ഉപദേശവും ജീവിത മാതൃകയും വഴി ഭാര്യയോടുകൂടി ഈ മക്കളെ ഏറ്റവും നല്ല വിശ്വാസ പ്രബോധകരായി ക്രിസ്തീയ വിശ്വാസം വളർത്തുവാനും ദൈവം ഈ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ജലത്താലും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പുതുജന്മം നൽകിയ സർവശക്തനായ ദൈവം അവിടുത്തെ വിശ്വസ്ത മക്കളായി നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ലഭിച്ച ആധ്യാത്മിക ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശരീരരായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ സമാധാനം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ അവിടുന്ന് വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ